ഹായ് ഫ്രണ്ട്സ്, എന്നത്തെ പോലെ ഇന്ന് ഞാൻ വന്നിട്ടുണ്ട്. ഇന്ന് വന്നത് നല്ലൊരു സൽമോൺ ഫിഷുമായിട്ടാണ്. ഇതുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കണ്ടോക്കിക്കെ, സൽമോൺ ഫിഷുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ദാ 4 പീസ്. ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ട്. എനിക്ക് 4 പീസിൻ്റെ ആവശ്യമുള്ളൂ ഇന്ന്. കണ്ടോക്കിക്കെ. അപ്പോൾ അതിനൊന്ന് മസാല കൂട്ടിയിട്ട് ഒന്ന് ഗ്രില്ലാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആദ്യം നമുക്കിതിൽ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഉപ്പിട്ട് കൊടുത്ത് അടുത്തത് നമുക്ക് നാരങ്ങ ജ്യൂസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നാരങ്ങ ജ്യൂസ് തന്നെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മതി. 4 പീസ് ഉള്ളതുകൊണ്ട് 1 ടീസ്പൂൺ അവിടെ കുറേശ്ശെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് കുരുമുളക് പൊടിയാണ്. നമുക്ക് അതിലോട്ട് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. അടുത്തത് എന്താണെന്ന് വെച്ചാൽ പിന്നെ ഗാർലിക് പൗഡറാണ്. ഗാർലിക് പൗഡർ അതുപോലെ ഞാൻ റഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കണ്ട, ഗാർലിക് പൗഡർ ഇതുപോലെ ഞാൻ റഷ് ചെയ്ത് കൊടുക്കുന്നു. അതും കൊടുത്തു. അടുത്ത നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ പാപ്രിക്ക പൗഡറാണ്. പാപ്രിക്ക പൗഡറും അതേപോലെ നമുക്ക് കുറച്ച് റഷ് ചെയ്ത് കൊടുക്കാം. ഓവർ വേണ്ട. ഇങ്ങനെയുള്ള മീനുകൾക്കൊന്നും ഓവർ പൈസീസ് യൂസ് ചെയ്യരുത്. ഇങ്ങനെയുള്ള മീനുകൾക്കൊക്കെ ഓവർ പൈസീസ് യൂസ് ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ഫുള്ള് പോകും. അപ്പോൾ അതുകൊണ്ട് ഓവർ പൈസീസ് യൂസ് ചെയ്യരുത്. പ്രത്യേകം ഞാൻ പറയുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒലിവ് ഓയിലാണ്. ഒലിവ് ഓയിലും ബട്ടറും കൂടെ ചേർത്താണ് ഞാൻ ഗ്രില്ല് ചെയ്യുന്നത്. കണ്ടല്ലോ. ഇതെല്ലാം ആയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ നമുക്ക് കൈ കൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മസാല അഹവും പുറവും എത്തത്തക്ക കണക്കിന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഈ മസാല പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. കണ്ടോ, തിരിച്ചും മറിച്ചും വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഓവർ മസാജ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത് തന്നെത്താൻ അവിടെ കിടന്ന് മസാജ് ആയിക്കോളും. അപ്പോൾ അത് ഞാൻ മസാജ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. 10 മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടല്ലോ നിങ്ങൾ, ഇത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവാം. നമ്മൾ മസാല ആക്കി വെച്ച സൽമോൺ ഫിഷ് നമുക്കൊന്ന് ഗ്രില്ലാക്കിയാലോ. ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ഗ്രിൽ ഫാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഒലിവ് ഓയിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നു. കണ്ടല്ലോ നിങ്ങൾ, ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഒന്ന് ചൂടായിക്കോട്ടെ. അത് ചൂടായതിന് ശേഷം നമുക്ക് ബിസ്മില്ല ആഡ് ചെയ്ത് കൊടുക്കാം. റോസ്മറി ആഡ് ചെയ്ത് കൊടുത്തു. കുറേശ്ശെ റോസ്മറി, ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു മുറി അതിലോട്ട് വെച്ച് കൊടുക്കാം. ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇനി നമുക്കതിന് ഒരേ പീസ് ബട്ടർ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ. എന്നിട്ട് തിരിച്ച് മറിച്ച് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. നമ്മളെ മീൻ ഇവിടെ ഒന്ന് നോക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇല്ല, നല്ല കണക്കായി. ഇതുപോലെ ചെറിയ തീ വേണം ഇതിട്ട് റെഡിയാക്കി എടുക്കാൻ. മാറ്റിയെടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇതിലോട്ട് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. എണ്ണയും സോസും എല്ലാം കൂടെ അതിലോട്ട് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഒരു റോസ്മറി ഇട്ട് കൊടുക്കാം. നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി അതുപോലെ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ റോസ്മറി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇനി അതിൻ്റെ സൈഡിലോട്ട് കുറച്ച് ചെറി ടൊമാറ്റോ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ചെറി ടൊമാറ്റോ അതിൻ്റെ സൈഡിലോട്ട് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നമുക്കിത് വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് തിരിച്ച് ഇട്ട് കൊടുക്കാം. തക്കാളി ഇല്ല എന്ന് ജസ്റ്റ് ഒന്ന് ഇത് കണ്ടല്ലോ. സൽമോൺ ഫിഷ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്കിത് പുറത്തെടുക്കാം. അവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് പുറത്തെടുത്ത് മറ്റൊന്നിലോട്ട് നമുക്ക് സർവ് ചെയ്ത് വെച്ച് കൊടുക്കാം. സൽമോൺ ഫിഷ് നമുക്ക് സർവ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഞാൻ 2 പീസ് ആദ്യം നമ്മളെടുത്ത് വെച്ചായിരുന്നല്ലോ, അതിൽ കൂടെ തന്നെ അടുത്തതും കൂടെ എടുത്ത് വെച്ച് കൊടുക്കാം. നല്ല നോക്കിക്കണ്ടൊക്കെ എടുത്ത് വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഈ മീൻ. അപ്പം നോക്കിക്കണ്ടൊക്കെ എടുത്ത് വെക്കണം. ഈ ചെറി തക്കാളി നമ്മൾ അതിലിട്ടല്ലോ, അത് ഇതിലോട്ട് നമുക്ക് എടുത്ത് വെച്ച് കൊടുക്കാം. കണ്ടോ, അവിടെ ഈ ചെറി തക്കാളി എടുത്ത് വെച്ച് കൊടുക്കണം. നാരങ്ങയും കൂടെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കാണാൻ നല്ല ഒരു ഭംഗിയാണ്. എപ്പോഴും ഇതുപോലെ തന്നെ ചെറുത്തമാത്ത കുറച്ച് ഈ സൽമോൺ ഫിഷ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി, പിന്നെ റോസ്മാറി, ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് സൽമോൺ ഫിഷിന്. അപ്പോൾ അതിൻ്റേതായ ഈ ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട്, നമ്മൾ മീനിൻ്റെ എണ്ണ ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് ആവശ്യത്തിന് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബാക്കിയില്ല, അത്രയൊക്കെ ഉള്ളൂ. കണ്ടല്ലോ നിങ്ങൾ, കണ്ട. ഇനി ഇത്രയേ ഉള്ളൂ സൽമോൺ ഫിഷ് ഗ്രില്ല്. ഇനി അതിലോട്ട് നമുക്ക് നാരങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. നാരങ്ങയും കൂടെ വെച്ച് കൊടുത്തിട്ട് പ്ലേറ്റും കൂടെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ പൊളി പൊപ്ലാപ്പിയാണ് കുട്ടികളെ, പൊളി പൊപ്ലാപ്പിയാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. കുറച്ച് എക്സ്പെൻസീവാണ്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കി. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.